ഈശോയിൽ സ്നേഹമുള്ളവരെ, ആരാണ് ബ്രഹ്മചാരി എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്രഹ്മചാരി എന്നാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പദം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ, ദൈവത്തോടൊത്ത് സഞ്ചരിക്കുന്നവൻ, ദൈവത്തോടൊത്ത് സഹവസിക്കുന്നവൻ, ദൈവത്തോട് ഐക്യപ്പെട്ടവൻ, ദൈവത്തോടൊത്ത് സ്വർഗീയമായ തീർത്ഥാടനത്തിൽ ആയിരിക്കുന്നവൻ എന്നെല്ലാമാണ് ആ പദം കൊണ്ട് നാം ഉദ്ദേശിക്കുക. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വന്ന വ്യക്തി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും പരിശുദ്ധി പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്നേഹത്തിന്റെ പൂർണ്ണത വിശ്വസാഹോദര്യത്തിലേക്കും വിശ്വഭ്രാതൃത്വത്തിലേക്കും വിശ്വപിതൃത്വത്തിലേക്കും വളരുന്ന വ്യക്തികൾക്കാണ് ആ പദം യോജിക്കുന്നത്. സങ്കുചിതമായി, സ്വാർത്ഥപരമായി, താൽക്കാലികമായ നേട്ടങ്ങൾക്കായി സ്നേഹിക്കുന്ന ആളുകൾക്ക് അഗാപ്പയാകുന്ന പൂർണ്ണ സ്നേഹം ഇല്ല. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ അഗാപ്പയാകുന്ന സ്നേഹത്തെക്കുറിച്ച് വളരെ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹം കലഹിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല, തിന്മയായിട്ടുള്ളത് വിചാരിക്കുന്നില്ല, ചൂഷണം ചെയ്യുന്നില്ല, നന്മ ആഗ്രഹിക്കുന്നു, സൗഹൃദം ആഗ്രഹിക്കുന്നു, എല്ലാവരെയും സാഹോദര്യത്തെ നോക്കിക്കാണുന്നു, സ്നേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നു, എല്ലാ ബന്ധങ്ങളെയും സമ്പന്നമാക്കുന്നു. സ്നേഹത്തിൽ വളർത്തുന്നവനാണ് ബ്രഹ്മചാരി. അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൂട്ടുകാരനായിട്ട് മാറുന്നത്. ദൈവത്തിന്റെ കൂട്ടുകാരനായിട്ട് മാറുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ തിന്മയില്ല, ശത്രുതയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, നിഷേധാത്മകമായിട്ടുള്ള ഒന്നിനും. സ്നേഹത്തിന്റെ വിവിധങ്ങളായ ഭാവാത്മകമായ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാറ്റിൻ്റെയും ഒരു പൂർണ്ണത, നന്മയുടെയും കാരുണ്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഔദാര്യത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ഒക്കെ ആയിട്ടുള്ള അഗാപ്പയാകുന്ന സ്നേഹത്തിന്റെ ഒരു പൂർണ്ണതയാണ് അവിടെ ഉള്ളത്. തിന്മയായിട്ടുള്ളതൊന്നും അവിടെ സ്ഥാനമില്ല. അവിടെ ആ സ്നേഹത്തിൽ പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ചെറിയ പതിപ്പിലേക്ക് വളർന്നവനാണ് ബ്രഹ്മചാരി. ദൈവത്തിന്റെ ഒരു നിറവിലേക്ക് വന്നവരാണ് ബ്രഹ്മചാരി. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ അത് ദൈവികമായ കാഴ്ചപ്പാട് തന്നെയാണ്. ലൗകികമായ കാഴ്ചപ്പാടും ഭൗതികമായ കാഴ്ചപ്പാടുമെല്ലാം വേറിട്ട് തന്നെ നിൽക്കുന്നു. ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള ആത്മീയമായ ദർശനം, ക്രൈസ്തവ സ്നേഹത്തിന്റെ ദർശനം, അതാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതില് നിഷേധാത്മകമായിട്ട് ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഭാവാത്മകമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാണ് അതിലുള്ള. സൗഹൃദം, സ്നേഹം, അനുകമ്പ, ദയ, കാരുണ്യം, അതുപോലെ തന്നെ വിനയാന്വിതമായ കാഴ്ചപ്പാട്, ബന്ധം, എല്ലാവരോടും ഒന്നുചേരാനായിട്ടുള്ള ഒരു മനോഭാവം, ഐക്യപ്പെടുവാനായിട്ടുള്ള ഒരു മനോഭാവം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രഹ്മചര്യം ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം തന്നെയാണ്, ഐക്യം തന്നെയാണ്. അതാണ് അതിൻ്റെ പൂർണ്ണത. താങ്ക് യു.